ഷൈൻ ടോം ചാക്കോ നിരപരാധിയായിരിക്കും. ഷൈൻ ടോം ചാക്കോ സൂപ്പർ സ്റ്റാറാണ്. പുള്ളി എന്തായാലും ജാമ്യം എടുക്കാൻ വേണ്ടിയായിരിക്കും നാളെ പോയത്. അല്ലാണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. പേടിച്ച അറസ്റ്റ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ആൾക്കാർ. കോമഡി റിയൽ ലൈഫിൽ പക്കാ സീരിയസ് ആണ്. കാരണം ഇന്നാളൊരു ബ്യൂട്ടി പാർലറിൽ പോയപ്പോ ഞാൻ കണ്ടതാണ്. പുള്ളി മാന്യമായിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ പിന്നെ ഈ അടി സിനിമയുടെ റിവ്യൂ ടൈമിലൊക്കെ നമ്മൾ കോമഡി ആയിട്ടൊക്കെ പുള്ളിയുടെ ഒരു ഫ്രെയിമിലൊക്കെ നിന്ന് പെർഫോം ചെയ്തു. പക്ഷെ പുള്ളി വ്യക്തിപരമായിട്ടും സെറ്റിൽ ഡീസന്റ് ആണ്. ഞാൻ ലൊക്കേഷനിൽ പോയതാണ്. നമ്മുടെ തുണ്ടെന്ന് പറഞ്ഞില്ല, ബിജു മേനോന്റെ തുണ്ട് നമ്മുടെ സിനിമയുടെ മാന്യമായിട്ട് പക്ക തെറിഞ്ഞ അഭിനയമാണ്. പിന്നെ സീനോട് ഞാൻ പറഞ്ഞു ചോദിക്കേണ്ടത് അതി കയറുന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കൂടെ ദേഷ്യം വരുമല്ലോ. അതുകൊണ്ട് പുള്ളി ഈ അറസ്റ്റിലേക്കുള്ള നിങ്ങൾ എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും തെളിയട്ടെ, കാര്യ സത്യാവസ്ഥ വരട്ടെ എന്ന് പറഞ്ഞു. കാരണം ഈ ഇര എന്ന് പറഞ്ഞ വ്യക്തിയും നമ്മൾ അറിയാവുന്ന വ്യക്തിയാണ്. കാരണം എനക്കൊപ്പം നമ്മൾ നിൽക്കുന്നു. ഒറ്റ കാര്യം, ഈ പെരേര സത്യം പറഞ്ഞ ഷൈൻ ടോം ചാക്കോയുടെ പടം ഇടാറില്ല ഫേസ്ബുക്കിൽ. ഈ ഷൈൻ ടോം ചാക്കോയുടെയും ബിൻസിയുടെ പടം പോസ്റ്റ് ചെയ്യാൻ എന്താണ് കാരണം? കാരണം എന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്? എന്താണ് കാരണം? റീച്ചിന് വേണ്ടി ചെയ്തതല്ല. ആ സമയത്ത് രണ്ടുപേർക്കൊപ്പം നിൽക്കണമല്ലോ. കാരണം ഇരക്കൊപ്പം നിൽക്കണം, വേട്ടക്കാരനൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ പ്രതിക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേർക്കൊപ്പമാണ്. നമ്മൾ രണ്ട് തെറ്റാറില്ല, ഒരു രണ്ടുപേർക്കൊപ്പം എന്ന രീതിയാണ്. ഇൻട്രസ്റ്റിൽ പിടിച്ചിരിക്കണമെങ്കിൽ രണ്ടുപേരുടെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നാളെ കാണേണ്ട ഷൈൻ ടോം ചാക്കോയുടെ ഒപ്പം നമ്മൾ പടത്തിൽ വർക്ക് ചെയ്യണം. ഏത് പടം? കുറുക്കലിൽ വർക്ക് ചെയ്തത്. കുറുക്കലിൽ എന്തായിട്ട് അല്ല, ഞാൻ കാര്യം ചോദിച്ചത് ഇത്ര മോനെ കാണിച്ചാ, ഏതെങ്കിലും ഒരു പടത്തിൽ തന്റെ ഒരു ക്യാരക്ടർ വേഷം കണ്ടിട്ട് മരിക്കാൻ പറ്റും? ഒരു ഡയലോഗ്സ് പറയണ ഏതാണ്? ചോലവിസ്കിയിലൊക്കെ നല്ല നല്ല സംഭവം വരുന്നുണ്ട്. അത് കഴിയുമ്പോ ചോലവിസ്കി നമ്മുടെ അമീറോ ഡയറക്ട് ചെയ്തിട്ടുള്ള റിയാസ് മുഹമ്മദ് കള്ളുകൂടിയായിട്ട് അഭിനയിച്ചത് നടൻ ശ്രീകാന്ത് വെട്ടിയാരി. പിന്നെ വേറെ ആളല്ല, ജോസ് അല്ലേ? ചോലവിസ്കിലെ ഞാൻ പറഞ്ഞത് ജോസും ഗുലാന്റെ തട്ടുകടയില് ജാഫ്രഡിക്ക് നായകൻ, ഷെപ്പിള്ള നായകൻ. പിന്നെ ക്യാമിയോ റോളില് നമ്മുടെ സൂപ്പർഹിറ്റ് ഡയറക്ടർ അമരപ്പുറം പറയുന്ന സൂപ്പർഹിറ്റ് സിനിമയുടെ ഡയറക്ടർ സന്ദർശിക്കാൻ അഭിനയിക്കുന്നു നല്ല റോളില്. കാരണം ഷാജഹാനും പരീക്കുട്ടിക്ക് ശേഷമാണ് സന്ദർശിക്ക ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്ന സിനിമ. പിന്നെ ഡയലോഗ് ഇല്ലേ? പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വർഷമായിരിക്കും. കാരവാൻ കിട്ടിയില്ല ചോലസ്കില്. അന്നത്തെ ആറാട്ടറിന് മറ്റേ ബസ്സൊക്കെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു വാഴത്തോട്ടത്തിൽ നിന്ന് ഡ്രസ് പറഞ്ഞ കാരവാൻ കിട്ടിയിരുന്നു. അതിന്റെ സംഘടനയായി പോയത്. അതൊക്കെ ചെറിയ സിനിമകളാണ്. ചോലവിസ്കാണെങ്കിലും ഗുലാന്തട്ടിയാണെങ്കിലും ഗുലാന്തട്ടിയുടെ കൂടി പറ്റിട്ടുണ്ടായിരുന്നു. കാരവനൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് അത്യാവശ്യം ഹോട്ടൽ സീക്വൻസ് ആയതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് സീക്വൻസ് ഞാൻ പോയി. എനിക്ക് കാരവന്റെ ആവശ്യമില്ലല്ലോ. സീക്വൻസ് ഞാൻ പോയി. മനസ്സിലായ നല്ലൊരു സ്വീകരണം വരുന്നത്. കാരണം ഡബിംഗ് ഗീഡ് റിപ്പോർട്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ കൂട്ടുകാരൻ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ സ്റ്റീഫന്റെ പ്രൊഫഷന്റെ ടീമായിരുന്നു മറ്റേ ഡബിംഗ് സ്റ്റുഡിയോ.